ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ഡെൻ്റൽ ഡോക്ടറാണ്. പക്ഷെ പുള്ളിക്ക് തീരെ താല്പര്യമില്ല ഒരു ഡെൻ്റൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. പുള്ളിയുടെ അമ്മൂമ്മ നിർബന്ധിച്ചിട്ട് പുള്ളിയെ ഡെൻറ്റിസ്റ്റ് ആവാൻ വേണ്ടി വിട്ടതാണ്. ഈ ഡെൻറ്റിസ്റ്റ് ആകാൻ പോകുന്നതിന് മുമ്പ് ഒരു വർഷം പുള്ളി എൻജിനീയറിംഗ് കോഴ്സിന് പോയി ചേർന്നിട്ട് അത് ശരിയാകാതെ അവിടെ നിന്ന് നിർത്തി വന്നു. എന്നിട്ടാണ് ഈ വീട്ടുകാർ ഇദ്ദേഹത്തെ ഡെൻ്റൽ ഡോക്ടർ ആവാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. ആൾക്ക് ക്രിക്കറ്റാണ് കമ്പം, ക്രിക്കറ്റാണ് അയാളുടെ പാഷൻ. അപ്പോൾ ക്രിക്കറ്റ് കളിച്ച് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ക്രിക്കറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കഴിവുള്ള ഒരാൾക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല തന്നെയാണ്. കക്ഷി ഇപ്പോൾ ഒരു യൂട്യൂബറാണ്, മലപ്പുറത്തുള്ള ഒരു യൂട്യൂബറാണ്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഫേമസ് യൂട്യൂബറാണ്. ഹീസ് ഏർണിംഗ് ഓൾമോസ്റ്റ് 5 to 10 lakhs പെർ മന്ത്. ഇപ്പോൾ അത് എന്താ മോശം? ചിലപ്പോൾ ഒരു ഡെൻ്റൽ ഡോക്ടർക്ക് ചിലപ്പോൾ അത്ര ഒരു മാസം സമ്പാദിക്കാൻ പറ്റിയെന്ന് വരില്ല. അയാൾക്ക് എന്തായാലും കഴിവുണ്ട്. അയാൾ ഇന്നലെ നാളെ വേറെ ഏതെങ്കിലും മേഖലകളിൽ ശോഭിക്കുക, ഒന്നുമില്ലെങ്കിൽ ക്രിക്കറ്റ് അയാളുടെ കഴിവുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മളുടെ കറക്റ്റ് എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് എൻ്റെ കഴിവ്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണ് എന്ന് ചിന്തിച്ച് മാത്രം നിങ്ങളുടെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക.